ഹായ്. അപ്പൊ കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഞാനൊരു ലോങ് വീഡിയോയിൽ വരുന്നത്. ഞാൻ വീട്ടിലായിരുന്നു, ഇന്നലെയാ വന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്നൊരു പെസഹ ഇന്ന് ഒരു വന്നു വ്യാഴമാണ്. അപ്പൊ ഇന്ന് നമ്മൾ രാവിലോട്ട് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തിരക്കായി പോയി. പിന്നെ കുറെ അലക്കാനുണ്ടായിരുന്നു. നാളെ ഇന്ന് അലക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കുറെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് വിളക്കിടാൻ വേണ്ടിയിട്ട് നമുക്ക് വൈകിട്ട് പള്ളിയിൽ പോകണം. അപ്പൊ അതിനുള്ള വിളക്കും കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. കഴിഞ്ഞ കൊല്ലം എടുത്തിട്ട് അതുപോലെ വെച്ചിരിക്കുകയാണ്. നമ്മള് വിളക്ക് അങ്ങനെ ഇവിടെ വീട്ടിൽ കത്തിക്കലില്ല. നമ്മള് ഇതിന് വേണ്ടിട്ട് മാത്രമാണ് സാധാരണ. കൊച്ചുമോളെ വീട്ടില് ഗ്ലൗസ് ഇട്ടാണോ? അമ്മയ്ക്ക് ഹെയർ കളർ ചെയ്യാൻ വേണ്ടി അമ്മ അത് ചെയ്യാം. അമ്മയ്ക്ക് അത് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. കുഞ്ഞു 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 ഹെയർ ഒക്കെ ഉണ്ട്. അപ്പം അതൊന്ന് ചെയ്യണം. പിന്നെ നമുക്ക് വിളക്കുണ്ട്. നമ്മള് ഓൾറെഡി വിളക്കില്ലായിരുന്നു. ചേച്ചി അമ്മയുടെ ഐഡിയ കൊള്ളത്തില്ലല്ലേ? അത് അമ്മ ഇത് വെളുപ്പിക്കാൻ വേണ്ടി നോക്കിയപ്പം യൂട്യൂബിൽ കണ്ടതാണ്. പിന്നെ അരിപ്പൊടി എല്ലാം മൈദ, ആട്ടാപ്പൊടി, റേഷൻ ആട്ടാപ്പൊടി, നാരങ്ങാനീര്, മഞ്ഞൾപ്പൊടി, ഉപ്പ് അതിട്ട് കണക്ക് തെറ്റിട്ട് വേണമെങ്കിൽ അത് വല്ലോ ഒരു ബാറ്ററാക്കി എടുക്കാറില്ലേ? കലക്കി ചൂടായിരുന്നു. അപ്പം ഏത്തക്കപ്പം വല്ലതും അപ്പൊ ഇത് അത് ഇളക്കി കളയാൻ അതിനും വലിയ പാട് കേട്ടോ. പാടാ. ഇനിയിപ്പോ ഇത് കുതിർത്ത് വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വൃത്തിയാക്കണം. ആക്ച്വലി നമുക്ക് രണ്ട് വിളക്കില്ല. ഇത് അപ്പുറത്തെ വഞ്ചാണ്. കഴിഞ്ഞ കൊല്ലം തൊട്ട് ഞാനും ഈ വർഷം നമുക്ക് ഒരുപാട് പേരുണ്ട് വിളക്കിടാനായിട്ട്. നമ്മുടെ സിന്ധമ്മ അവരൊക്കെ വരുന്നുണ്ട്. പിന്നെ അപ്പം കുറെ പേരുണ്ട് വരാനായിട്ട്. കുറെ പേരൊന്നും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവരും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമില്ല. അപ്പൊ നമ്മൾ ശരവടയും ചെയ്യുവാണ്. 4 വിളക്കുണ്ടോ? 4 കൊണ്ട് നമുക്ക് 4 വിളക്കും 6-7 പേരും ഉണ്ട്. ഇന്ന് വേറൊരു സാധനം കൂടെ കാണിച്ചു തരാം. നമ്മൾ ഒരു മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടില് ബെല്ല് എത്ര വെച്ചിട്ട് ഇതാണ് നമ്മുടെ ബെല്ല്. ഇത് കണ്ടോ, നമ്മള് എത്ര വെച്ചിട്ട് ഇവിടെ ഇതോണാവുമ്പോ കാരണം എപ്പോ വെച്ചാൽ ഇത് അടിച്ചു പോകുന്നത് എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ നമ്മള് ചേച്ചി ഇന്നലെ വൈകിട്ടാണ് ചേച്ചി വരുന്നത്. അപ്പൊ അതേ വന്നപ്പോഴത്തേക്ക് നമുക്ക് മണി കൊണ്ടുവന്നു. അത് കൊണ്ടുവന്ന് നോക്കി എനിക്ക് എത്തും. കറക്റ്റ് എന്റെ കറക്റ്റാ. എന്റെ വ്യത്യാസമുള്ളു. അങ്ങനെ നമ്മൾ ഇനി തൊട്ട് ആര് വന്നാലും അറിയാൻ പറ്റും. കണ്ടാ ഇതാണ് ശരിയാ. ശ്രദ്ധിക്കുമോന്ന് അറിയത്തില്ല. അപ്പൊ അതേ നമ്മള് രാവിലെ മണി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് വിളക്ക് തേക്കണം. അത് കഴിഞ്ഞിട്ട് വൈകിട്ടാണ് നമ്മള് പാല് പാലും ഒക്കെ. അത് ചേച്ചി ആട്ടോ കാശ്. ചേച്ചി വന്നതിന് ശേഷമാണ് നമ്മൾ അത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ ചെയ്തിട്ടില്ല. ഇതിപ്പോ രണ്ടാമത്തെ പെസഹയാണ് ചേച്ചി വന്നിട്ട്. വൈകിട്ട് നമ്മൾ പള്ളിയിൽ പോകണം. അപ്പൊ ആക്ച്വലി ഞങ്ങള് വോളണ്ടിയറാണ്. ചേച്ചി ഞാനൊക്കെ പള്ളിയിലെ വോളണ്ടിയർ ആണ്. അപ്പൊ നമുക്ക് നേരത്തെ ഇന്ന് പോകണം പള്ളിയിലോട്ട്. അങ്ങനെ കുറേ പരിപാടി ഇന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു തുള്ളി ഗ്യാപ്പില്ലാതെ വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി കുളിക്കണം. കുളിച്ചിട്ടില്ല. രാവിലെ ആരും കുളിച്ചിട്ടില്ല ഇവിടെ. ഇനി കുളിക്കണം. അങ്ങനെ കുറെ പരിപാടിയുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പോവാം. അങ്ങനെ നമ്മള് വിളക്ക് തേക്കുവാണേ. കരി പിടിക്കാനുള്ളതുകൊണ്ട് ശരിയാണ്. വന്നു കഴിഞ്ഞിട്ട് പിന്നെയും കഴിവും. ഇപ്പൊ ഇത് നമ്മള് നേരത്തെ പറഞ്ഞില്ലേ, അത് നമ്മൾ ഫെയിലായി പോയ സാധനം നമ്മള് മാറ്റി. മസാല റെഡി വെച്ചു. അതെ, മസാല റെഡി വറക്കാൻ. അത് നമ്മള് മാറ്റിയിട്ട് നമ്മൾ നോർമൽ പിന്നെ വൃത്തിയാകുന്നുണ്ട്. ഒരുപാട് വൃത്തിയാകുന്നുണ്ട്. ഇതും കൂടെ വ്യത്യാസം ഇത് ക്ലൗഡ് കണക്കൊന്നും ഇരിക്കുന്നുണ്ട്. ഇത് നല്ല വൃത്തിയായിട്ടുണ്ട്. ഉണ്ടോ? അങ്ങനെ അതേ നമ്മള് ഇതും കൂടെ ചെയ്തിട്ട് വേണം. ഇനി നമുക്ക് തേങ്ങയും കാര്യങ്ങളൊക്കെ അമ്മ തിരുമ്മി വെക്കാം. അമ്മ തേങ്ങയൊക്കെ തിരുമ്മി വെക്കുമല്ലോ അല്ലേ അമ്മ? തേങ്ങ ചെന്ന കാരണം അത് വന്നിട്ട് പാല് കാച്ചിട്ട് വേണം വിളക്കിടാൻ പോവാൻ വേണ്ടിട്ട്. ഒത്തിരി ഒരുപാട് പരിപാടിയുണ്ട്. അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ ഇരുന്നാണ്. നടക്കത്തില്ല, എളുപ്പമാണ്. പക്ഷെ സമയം എല്ലാം ശർക്കര ഇതുകൊണ്ടാണ്. അല്ലെങ്കിൽ നാളെ ആണെങ്കിലും ഉണ്ടാക്കാം. നാളെ പള്ളിയിൽ നിന്ന് വന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം. കാരണം കോട്ടയത്തും കുടമാളൂർ പള്ളിയിലെ നേർച്ചയാ. ഞാൻ അങ്ങനെ കഴിച്ചേ. നമുക്ക് അന്നെങ്കിൽ നാളെ ഇല്ലേ വെച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം കേൾക്കുന്ന ഫസ്റ്റ് ടൈമും കഴിക്കാൻ പോണത് ഫസ്റ്റ് ടൈമാണ്. അപ്പൊ നമുക്ക് നാളെ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഇന്ന് നമ്മള് ഇതും കൂടെ ഇപ്പൊ ഇത് ചെയ്ത് കഴിയട്ടെ. ഇവിടെ ഒരാള് എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നിന്നപ്പോ ഹെയർ സ്റ്റൈൽ മാറ്റാൻ പോയിരിക്കുന്നു. അതെ അതെ. നാളെ അതെ മൈക്കും കുത്തി വീഡിയോ എടുത്തിട്ട് പോകാൻ വേണ്ടി ഇരിക്കുവാണ്. അപ്പോഴാണ് ബോധോദയം വന്നത്. അങ്ങനെ ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പള്ളിലോട്ട് പോകാൻ പോകണം. അമ്മ ഓൾറെഡി ബാഡ്ജ് വാങ്ങിക്കാൻ മാറ്റിയിട്ടുണ്ട്. പൊട്ടൊക്കെ മാറ്റി സ്റ്റൈലൊക്കെ മാറ്റി പൊണ്ടിയിലിട്ട് ഇറങ്ങി വെച്ചു. നാളത്തേക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. ചേച്ചി റെഡിയായി. ആക്ച്വലി വൈറ്റ് വേണമെന്ന് പറഞ്ഞോണ്ട് ഞാന് വൈറ്റ് അല്ല, ഞാന് വൈറ്റ് ആണ്. ഓഫ് വൈറ്റ്. ചേച്ചി ആണെന്നുണ്ടെങ്കിൽ
ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കഫ്താൻ ടൈപ്പ് ഒരു ഫ്രോക്കാണ് എടുത്ത്. അതെ അതെ. പക്ഷേ ഇത് ഫ്രീ സൈസ് ആയിരുന്നു, ഇട്ട് വന്നപ്പോ ഭയങ്കര വലുതായി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ സാരമില്ല. ഇപ്പൊ അമ്മയാണെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞ് പ്രത്യേകം എല്ലാരും വൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് വൈറ്റ് ഇന്ത്യയാണ്. ശരിയാ ശരിയാ. ഇറക്കി വിടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് കുർബാന പുറത്തുനിന്ന് കൂടി തിരിച്ചു വരുന്നതായിരിക്കും ഗൈസ്. അങ്ങനെ നമുക്ക് പള്ളി പോവാം. അങ്ങനെ നമ്മള് പള്ളിയിൽ നിന്നൊക്കെ വന്ന് കുർബാനയൊക്കെ കഴിഞ്ഞ് കണ്ട് നമ്മൾ വന്ന് ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാല് നമ്മുടെ പാല് കാച്ചലാണ്. അത് ചേച്ചിയാണ് കേട്ടോ ഇവിടെ കാച്ചുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ചേച്ചിയാണ് നമ്മൾ ഇവിടെ കാച്ചുന്നത്. കഴിഞ്ഞ വർഷം ഇത് 2ാമത്തെ തവണയാണ്. അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പോകണം. നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം, ശർക്കരയുടെ പണി നോക്കണം. അത് കഴിഞ്ഞ് നമ്മൾ അപ്പം നമ്മൾ വീട്ടിൽ ചെയ്തിട്ടില്ല കേട്ടോ, നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ചേച്ചി കൂടുതൽ ടൗണിൽ പോയിട്ട് റെഡിമെയ്ഡ് അപ്പം നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ടൊക്കെ വേണം അവരെല്ലാരും വന്നിട്ട് വേണം നമുക്കിനി വിളക്കിടാനായിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കിനി പാല് കാച്ചാം. അങ്ങനത്തെ നമ്മള് പാല് കാച്ചാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. 3 പാലും എടുത്തും ശർക്കരയും എല്ലാം അരിച്ച് എടുത്തിട്ട് ഒന്നിച്ചിട്ടാണ് തിളപ്പിക്കുന്നത്. അത് പതുക്കെ ഭയങ്കര ലോ ആക്കിയിട്ട് എപ്പോഴും ഇളക്കിക്കൊണ്ടേയിരിക്കും. കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലേ? അടുക്കി പിടിക്കരുത്. അപ്പം ഉണ്ടാക്കാൻ എനിക്ക് പേടിയാ. ശരി, അതുകൊണ്ടാണ് സിമ്പിളാണ്, പക്ഷെ എനിക്ക് പേടിയാ. അതുകൊണ്ടാട്ടോ ഇഞ്ചി കുടിച്ചപ്പോഴും പറഞ്ഞു ഇത് വിണ്ട് കയറിയാലും. അതുകൊണ്ടാണ് നമ്മള് അതുകൊണ്ട് അപ്പൊ പുറത്ത് നാട്ടോ വാങ്ങിച്ചേക്കുന്നത്. അതിപ്പോ കാണിച്ചു തരാം. അപ്പല്ല ബണ്ണാണ് വാങ്ങിച്ചേക്കുന്നത്, കുരിശപ്പം. അപ്പൊ അത് വാങ്ങിച്ചിട്ടുണ്ട്, അത് നമ്മൾ കാണിച്ചു തരാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മളെ വീട്ടില് കുറച്ച് ആൾക്കാർ സിന്ധമ്മയും സേതുവൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മളിനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയിൽ പോകുന്നതാണ് അല്ലേ? വിളക്കൊക്കെ കൊണ്ടുവന്ന് നമ്മള് വിളക്കൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. കണ്ട വിളക്കൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. നമ്മളത് കഴിഞ്ഞ് പള്ളിയിൽ പോകും. അടുത്ത വർഷവും ഇങ്ങനെ തന്നെ ആകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മുടെ 2ാമത്തെ വർഷത്തെ പെസഹ ആൾക്കാരുണ്ട്. കാണാൻ വേണ്ടി ഒരാൾ കൂടെ ആകണമെന്നുള്ളൂ അല്ലേ? അതെ. ഇങ്ങനെ വരാൻ മതി. പാലൊക്കെ കാച്ചിട്ടുണ്ട്. നമ്മൾ വാങ്ങിച്ച അപ്പം അമ്മയ്ക്ക് ചേച്ചി കൊടുത്തോട്ടോ. ചേച്ചി അല്ലല്ല, ഞാൻ ലാസ്റ്റ് എടുത്തോളാം. എന്റെ മോൻ അതിന്റെ ഇടക്ക് എന്റെ വയസ്സ് പറയുന്നവള്. ചേട്ടായി ഇല്ല, ചേട്ടായി വളരെ പള്ളിയിലോട്ട് പോയിട്ടുണ്ട്. ലിബക്കാഴ്ച തുടങ്ങിയുണ്ട്. നമ്മൾ മാത്രമേ ഉള്ളൂ. ഇനി നമ്മള് വിളക്കിടാൻ വേണ്ടിയിട്ട് പള്ളിയിലോട്ട്. പിന്നെ ഇവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കണം നമുക്ക്. അച്ഛനെ അടുത്ത് കൊടുക്കണം. പക്ഷെ അച്ഛനെ അടുത്ത് നമുക്ക് പോകുന്നില്ല, കാരണം അവര് ഉറങ്ങി കാണും. അതുകൊണ്ട് ഇനി നമ്മളിത് കുടിച്ച് കഴിഞ്ഞേച്ചും പള്ളിയിലോട്ട് പോവാണ്. അപ്പൊ ബാക്കി പള്ളി ചെന്നിട്ട് കാണിച്ചാൽ. അങ്ങനെ നമ്മള് പള്ളിയിലെത്തി വിളക്കിട്ടോണ്ടിരിക്കുകയാണേ കണ്ടോ. പക്ഷെ അതിനിടയ്ക്ക് മഴ പെയ്തു. മഴയൊന്ന് പെയ്തു. അതെ, നമ്മള് പിന്നെ മഴയത്ത് ഇരുന്നിട്ടാണ് കുറച്ച് പിന്നെ അപ്പൊ തിരികത്തോട്ട് വീട് കഴിയുമ്പോ പൊട്ടും. വെള്ളം വീണിട്ട് പൊട്ടി തെറിക്കുന്നുണ്ടായിരുന്നല്ലേ. ഓക്കെ. അങ്ങനെ നമ്മള് സിന്ധമ്മ, അമ്മ, അങ്ങനെ നമ്മളിനി കുറച്ചുകൂടെ വിളക്കിട്ടിട്ട് കുറച്ചു നേരം കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മള് വീട്ടിൽ പോകും. വന്നപ്പം അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നതേ ഉള്ളൂ. ഈ പാരിഷ് ഹാളിൽ ഇവിടെ പോയി നിന്നിട്ടാണ് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ വിളക്കാണ് അങ്ങോട്ട് മാറി. അതെ. അങ്ങനെ നമ്മൾ വിളക്കൊക്കെ ഇട്ട് നമ്മൾ വിളക്കിൽ എണ്ണ തീരാറാകുമ്പോഴത്തേക്ക് നമ്മളിനി എല്ലാം വെള്ളം തീർന്നു. ഇനി അതോട് തീർന്നാ വിളക്കിൽ തീർന്നാ മതി. അങ്ങനെ നമ്മള് വിളക്കൊക്കെ ഇട്ട് ഒത്തിരി ലേറ്റ് ആയി. 2 മണിയായി. ഇപ്പൊ 2:15. അതെ, അത്രയും ടൈമായി. അങ്ങനെ സേതുവൊക്കെയും സിന്ധുമ്മയൊക്കെ വീട്ടിലേക്ക് പോയതേ ഉള്ളു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആക്ച്വലി ഇത് വൈൻഡപ്പ് എടുക്കണമെന്ന് മറന്നുപോയി. ഇപ്പൊ എല്ലാരും കിടക്കാൻ പോകുന്ന ഒരു ഇതിലിരിക്കുക. അങ്ങനെ ഞങ്ങൾ ഫ്രഷ് ആയി. ഇപ്പം പോണം, നീന്താൻ പോണം. ഇപ്പം 2:15 കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മളൊരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എണ്ണിട്ടിട്ട് നമ്മള് അതിന്റെ കാര്യങ്ങളൊക്കെ പോകും. അപ്പൊ ഇന്നത്തെ നമ്മുടെ പെസഹ വിശേഷം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.